ഇന്ന് നമ്മുടെ ഐഡിയൽ അസംബ്ലിയിൽ നോമ്പുകാല അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ എത്തിയിരിക്കുന്നത് ഐഡിയലിലെ ചീഫ് അക്കൗണ്ടന്റ് ആയ നമ്മുടെ സ്വന്തം മൊയ്തു സാറാണ്. സാറിന് ഐഡിയൽ അസംബ്ലിയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നോമ്പുകാലം എങ്ങനെ അനുഭവപ്പെട്ടു? ഈ വർഷത്തെ നോമ്പുകാലം എന്ന് പറയുന്നത് വളരെ നല്ല ഹോട്ട് കാലഘട്ടമാണ്, ചൂടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ പകൽ സമയത്തൊക്കെ നല്ല ചൂടും രാത്രിയും ഒക്കെ ചൂടാണ്. എന്നാലും ഇടക്കാലത്തുണ്ടായ മഴയൊക്കെ വളരെയധികം നല്ല ഒരു ആശ്വാസമായിട്ടുണ്ട്. നല്ല അനുഭവം തന്നെയാണ്, വലിയ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. നോമ്പുകാലത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ എന്തൊക്കെയാണ്? നോമ്പുകാലത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞാല്, നോമ്പിന് നമ്മൾ അറിയാലോ, പകൽ മുഴുവനും ഭക്ഷണപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ച് ആണ് നമ്മൾ ജീവിക്കുന്നത്. കൂടാതെ രാത്രി കാലങ്ങളിൽ നമുക്ക് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയം രാത്രിയിൽ കൂടുതൽ പള്ളികളിലൊക്കെയാണ്. 10-11 മണി വരെയൊക്കെ പള്ളിയിലായിരിക്കും വൈകുന്നേരം പോയാൽ. അപ്പൊ അതൊക്കെ നല്ല അനുഭവമാണ്. ഒരുപാട് നാട്ടിലുള്ള ഒരുപാട് ആളുകളോട് ഒത്തുകൂടി പ്രത്യേക പ്രയറുകളും അതുപോലെ തന്നെ അവിടെ തന്നെ പള്ളിയിൽ സ്പീച്ചൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ല അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതൊക്കെ നമ്മള് റമദാൻ കാലം വരിക എന്ന് പറയുമ്പോൾ ചെറുപ്പകാലം മുതൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം പകൽ സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാലും വൈകുന്നേരം ആകുമ്പോഴേക്കും നല്ല ഭക്ഷണവും നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം വീട്ടിൽ തയ്യാറാവും. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്താണ് നമുക്ക് ഭയങ്കര താല്പര്യമാണ്. മാത്രമല്ല റമദാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ വരുന്നത് എന്താണ്? പെരുന്നാളാണ്, ഈദാണ്. അപ്പൊ അതുകൊണ്ട് ആ സമയത്തൊക്കെ നല്ല പുതിയ വസ്ത്രങ്ങളും അതേപോലെ തന്നെ പെരുന്നാൾ സമയത്ത് യാത്രകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഏതായിരുന്നാലും നോമ്പ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് വളരെ ഒരു സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. വീട്ടിലൊക്കെ തന്നെ മാത്രമല്ല, വീട് റമദാൻ കാലം വരുമ്പോഴേക്കും വീടൊക്കെ നന്നായി വൃത്തിയാക്കി പെയിന്റ് ഒക്കെ ചെയ്തു. എല്ലാ കാര്യങ്ങളും തന്നെ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു പുതുമ റമദാൻ കാലഘട്ടത്തിൽ വീടുകളിലൊക്കെ ഉണ്ടാവും. അതാണ് റമദാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ചെറുപ്പകാലം പോലെ തന്നെ നമുക്ക് അനുഭവപ്പെട്ടുള്ളൂ. അങ്ങനെ ഇപ്പൊ പറഞ്ഞാല് നമുക്ക് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ അറിയാം, ഇഷ്ടംപോലെ നമുക്ക് നല്ല ഫ്രൂട്ട്സും അതേപോലെ തന്നെ സ്വീറ്റ്സും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും റമദാൻ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു അതാണ്. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, ആത്മീയമായി രാത്രി കാലങ്ങളിലൊക്കെ പ്രാർത്ഥനകളും ഖുർആൻ പാരായണങ്ങളും പള്ളിയിലുള്ള പ്രത്യേക നമസ്കാരങ്ങളും ഒക്കെ ആകുമ്പോൾ വളരെ സന്തോഷമാണ്. വീടുകളിൽ പോലെ തന്നെ എല്ലാ ആളുകളും ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ വളരെ നല്ല ഒരു അനുഭവമായിട്ടാണ് ഫീൽ ചെയ്തത്. നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കറിയാം, ആദ്യം നമ്മള് കാരക്കയാണ് കഴിക്കുക. അതെല്ലാവർക്കും റമദാന്റെ പ്രത്യേകതയാണ്. അത് കാരക്കയാണ് എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടി. പിന്നെ കഴിഞ്ഞാല് ജ്യൂസുകൾ, ഫ്രൂട്ട്സ് ഉണ്ടാവും. പിന്നെ പ്രത്യേകമായിട്ട് റമദാൻ ഉണ്ടാക്കുന്ന സാധനം തരിക്കഞ്ഞി എന്നൊരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതാണ് പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം, തരിക്കഞ്ഞി. അതേപോലെ തന്നെ വേറൊരു കഞ്ഞി കൂടി, മരുന്ന് പ്രത്യേക ചീരോ കഞ്ഞി, ചില സ്ഥലമൊക്കെ മരുന്ന് കഞ്ഞി എന്ന് പറയുന്നൊരു സാധനം. അതും നല്ല ഒരു ടേസ്റ്റുള്ള സാധനമാണ്. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എല്ലാ ദിവസവും ഇത് രണ്ടിലേതെങ്കിലും ഒന്നും ഉണ്ടാവും. ഇത് തരിക്കഞ്ഞിയോ അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി ഏതെങ്കിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് സന്തോഷം, നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നോമ്പുകാലത്തെ അങ്ങയുടെ ദിനചര്യയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നോമ്പ് കാലത്ത് പ്രത്യേക ദിനചര്യയിൽ പറഞ്ഞ സാധാരണ നമ്മള് എഴുന്നേൽക്കുക പ്രഭാത സമയത്തുള്ള സുബഹി ബാങ്കിന്റെ സമയത്താണ്. ചിലപ്പോ 5:15 ബാങ്ക് ഉണ്ടാവാറ്. 5 മണിക്ക് 5:15 ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്താണ് നമ്മൾ എഴുന്നേൽക്കാറുള്ളത്. എന്നാൽ റമദാനായി കഴിഞ്ഞാല് നമ്മൾ അത്താഴം കഴിക്കുന്ന പരിപാടിയാണ്. രാത്രി കുറച്ച് ഭക്ഷണം കഴിക്കുന്ന സമയം, അതായത് സുബഹി ബാങ്കിന്റെ മുമ്പായിട്ട് കഴിക്കണം ആ ഭക്ഷണം. അപ്പൊ ആ സമയത്ത് നമ്മൾ കുറച്ച് നേരത്തെ ഒരു 4:30 മണിക്ക് എഴുന്നേറ്റ് 4:30 മണിക്ക് എഴുന്നേറ്റ് ഇപ്പൊ ബാങ്ക് കൊടുക്കുന്നത് 5:30 മണിയാണ്. എന്നാലും നമ്മൾ 4:30 മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുകയും അതേപോലെ തന്നെ ആ സമയത്ത് കുറച്ച് ഖുർആൻ പാരായണം, കാരണം എന്റെ ദിനചര്യയിൽ വരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നേരത്തെ ഭക്ഷണം കഴിച്ച് കുറച്ച് ഖുർആൻ പാരായണവും അന്നേരം കുറച്ച് നമസ്കാരങ്ങളൊക്കെ ഉണ്ട്. അത് സ്ഥിരമായിട്ട് റമദാനിൽ ചെയ്യുന്ന ഒരു സംഗതിയാണ്. പിന്നെ മാത്രമല്ല, ദിനചര്യയിൽ മാറ്റം, സാധാരണ നമ്മൾ ഖുർആനൊക്കെ വളരെ സാധാരണ റെഗുലറായിട്ട് കുറച്ച്
ഭാഗം മാത്രമാണ് നമ്മൾ പാരായണം ചെയ്തത്. റംസാൻ ആയി കഴിഞ്ഞാൽ കൂടുതൽ സമയം ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തും. അതുപോലെ തന്നെ പ്രാർത്ഥനകൾക്കായിട്ട് കൂടുതൽ സമയം, തറാവീഹ് പോലെയുള്ള പ്രാർത്ഥനകൾക്കായിട്ട് കൂടുതൽ സമയം കണ്ടെത്തും. പിന്നെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ കുറച്ച് സമയമെങ്കിലും പള്ളിയിൽ എത്തിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. സാധാരണ ഇപ്പൊ നമ്മളെപ്പോലെ ജോലിദായകർക്കൊക്കെ വളരെ സമയം കുറവാണ് എനിക്ക് കഴിയാറ്. എന്നിരുന്നാലും ഒഴിവ് ദിവസങ്ങളിലൊക്കെ കുറച്ച് സമയം ഒഴിവുള്ള സമയത്തൊക്കെ പള്ളിയിൽ പോയിട്ട് എത്തിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അങ്ങനെയൊക്കെ അതൊക്കെയാണ് റമദാനിച്ചുണ്ടാകുന്ന സാധാരണഗതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. നോമ്പിനെ കുറിച്ച് കുട്ടികളായ ഞങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോമ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനൊക്കെ ചെറുപ്രായത്തില് കുട്ടിക്കാലാകുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ നമുക്ക് ഭക്ഷണം ഒഴിവാക്കിയിട്ട് പിന്നെ നോമ്പ് ഫുള്ളായിട്ട് എടുക്കാൻ കഴിയാറുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഉമ്മക്ക് സാധാരണ ചെയ്യാറെന്ന് വെച്ചാൽ എന്നോട് പറയും, പിന്നെ ഞാൻ കുട്ടിയാകുന്ന സമയത്ത് രാവിലെ നോമ്പെടുക്കാൻ പറയും. ഉച്ചയാകുമ്പോഴേക്കും എന്താക്കും, ഉച്ചവരെ നോമ്പെടുക്കും ഒരു ദിവസം. പിറ്റേ ദിവസം ഇതേപോലെ പകുതി നോമ്പെടുക്കും. അങ്ങനെ ഓരോ ദിവസവും പിന്നെ എന്താ പറയാ 12 മണി വരെ, ചില ദിവസം 2 മണി വരെ, ചില ദിവസം 3 മണി വരെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും ചെറുപ്രായത്തിൽ. ഒരു ദിവസം ഫുള്ളായിട്ട് എടുക്കാൻ ചിലപ്പോൾ നോമ്പ് കഴിയില്ല. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ നോമ്പെടുത്തുകൊണ്ട് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. മോള് നോമ്പെടുത്തുണ്ട് പ്രാവശ്യം? എത്ര നോമ്പെടുത്തു? ആ, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ, അടിപൊളി. 5 നോമ്പെടുത്തു. എത്ര വയസ്സായി നമുക്ക്? 8 വയസ്സാണ്. അപ്പൊ ഇങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ കുറേശ്ശെ പിടക്കൊക്കെ നോമ്പെടുത്തുകൊണ്ട് നോമ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തരുന്നു. അതേപോലെ തന്നെ നോമ്പിന് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമസ്കാരങ്ങളും ഖുർആൻ പാരായണവും ഒക്കെ ചെയ്ത് ചെറുപ്രായത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നോമ്പിന് നമ്മൾ ഭക്ഷണം ഒഴിവാക്കി ഇരിക്കുക എന്ന് മാത്രമല്ല, നമ്മളതിനെ സംസാരത്തിലും അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചു കൊണ്ടുവേണം നമ്മൾ മുന്നോട്ട് പോകാൻ. കാരണം ചീത്ത വാക്കുകൾ സംസാരിക്കുക, മറ്റുള്ളവരോട് നമ്മൾ മോശപ്പെട്ട് ദേഷ്യപ്പെടുക, ചീത്ത പറയുക, അതൊക്കെ അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നല്ല ഒരു എന്താ പറയാ ഒരു മാസക്കാലമായിട്ട് ഇതിനെ കാണുകയും സംസാരത്തിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മൾ നോമ്പിന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഞങ്ങൾക്കായി ഒരു പെരുന്നാൾ സന്ദേശം കൂടി പറയാമോ? തീർച്ചയായിട്ടും. പിന്നെ നമുക്കറിയാം, ഒരു മാസക്കാലം ഭക്ഷണപാനീയങ്ങളും അതുപോലെ തന്നെ മനുഷ്യന്റെ വിചാരങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മാസക്കാലം വ്രതം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് തൊട്ട ദിവസം 30 ദിവസം കഴിഞ്ഞാൽ 29 അല്ലെങ്കിൽ 30 ദിവസം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് പെരുന്നാളാണ്. ഈ പെരുന്നാള് എന്ന് പറയുന്ന പെരുന്നാള് പിന്നെ ആ ഒരു ദിവസത്തെ പെരുന്നാളാണുള്ളത്. അന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഭക്ഷണം, നല്ല വസ്ത്രം ധരിക്കുക. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മുടെ കുടുംബക്കാരുണ്ടാവുന്നു, ഉമ്മയുടെ കുടുംബക്കാര്, ഉപ്പയുടെ കുടുംബക്കാര്, അല്ലെ, നമ്മുടെ ഫാമിലിയിലൊക്കെ തന്നെ പോവുക, അവർ സന്ദർശിക്കുക. അതേപോലെ തന്നെ നന്നായി നമ്മൾ പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോവുക, അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അങ്ങനെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു ദിവസമാക്കി മാറ്റേണ്ടതുണ്ട്. അപ്പൊ കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് പെരുന്നാളിൽ നമ്മൾ നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരും കുടുംബക്കാരെയൊക്കെ സന്ദർശിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, നോമ്പുകാലത്തെ കുറിച്ച് ഒരു പിടി നല്ല അനുഭവങ്ങൾ പങ്കുവച്ച മൊയ്തു സാറിന് ഒരുപാട് നന്ദി. ഇനി പുതിയ അതിഥി എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.